മനുഷ്യ മനസ്സ് റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്ന് തന്നെയായിരിക്കും ഭൂരിഭാഗം ആളുകളും മറുപടി പറയുക. എന്നാൽ മറുപടി പറയുന്നവരിൽ ചിലർ മനുഷ്യ മനസ്സ് നിയന്ത്രിക്കാനും മാത്രം സാങ്കേതികവിദ്യ ഇന്ന് വളർന്നിട്ടില്ല എന്ന് പറയുന്നവരായിരിക്കും. എന്നാൽ മറ്റു ചിലർ സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ശരി അവനവന്റെ സ്വതന്ത്ര ഇച്ഛയെ മറികടന്നുകൊണ്ട് മനസ്സ് നിയന്ത്രിക്കാൻ ആർക്കും ഒരു കാലത്തും സാധിക്കില്ല എന്ന് പറയുന്നവരായിരിക്കും. എന്നാൽ സത്യം ഇതൊന്നുമല്ല. ചരിത്രത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ 1960കളിൽ തന്നെ ഡെൽഗാഡോ മൃഗങ്ങളെയും മനുഷ്യരെയും റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിച്ചിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തന്റെ റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കൊണ്ട് ഡെൽഗാഡോ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ചലനങ്ങൾ എന്നിവ നിയന്ത്രിക്കുകയായിരുന്നു. തന്റെ സ്റ്റിമോസീവറും റിമോട്ടുകളും ഉപയോഗിച്ച് ഡെൽഗാഡോയ്ക്ക് മനുഷ്യരിൽ തീവ്രമായ ലൈംഗിക ചിന്തകൾ, കാമം, ക്രോധം, വൈരാഗ്യബുദ്ധി, അക്രമവാസന, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. ഇതിനെല്ലാം അപ്പുറം ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തന്റെ രോഗികൾക്ക് തങ്ങളുടെ വികാരങ്ങൾ സ്വയം റിമോട്ടിന്റെ ബട്ടൺ അമർത്തിക്കൊണ്ട് നിയന്ത്രിക്കാനുള്ള അവസരവും നൽകിയിരുന്നു. അസാധ്യമെന്ന് ജനങ്ങൾ കരുതുന്നതും ലോകത്തിന്ന് നിലവിലില്ല എന്ന് വിശ്വസിക്കുന്ന സാങ്കേതിക വിദ്യയുമായ മൈൻഡ് കൺട്രോൾ സാങ്കേതിക വിദ്യകളുടെ ആദ്യഘട്ടം 1960കളിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഡെൽഗാഡോയ്ക്ക് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചിന്തകൾ, വികാരങ്ങൾ, ശരീരചലനങ്ങൾ എന്നിവ അവരുടെ സ്വതന്ത്ര ഇച്ഛയെ മറികടന്നുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനോടൊപ്പം ആളുകളുടെ മാനസിക നില തെറ്റിച്ച് ഡെൽഗാഡോയ്ക്ക് അവരിൽ മിഥ്യാ ഓർമ്മകൾ, മിഥ്യാചിന്തകൾ, മിഥ്യാദർശനങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കാനും സാധിച്ചിരുന്നു. ഒരു യുവാവിന്റെ മാനസിക നില തെറ്റിക്കാനും അവനിൽ ജെൻഡർ കൺഫ്യൂഷൻ, അതായത് താൻ ആണോ പെണ്ണോ എന്ന സംശയം ഉളവാക്കാനും തന്റെ പരീക്ഷണങ്ങളിൽ ഡെൽഗാഡോയ്ക്ക് സാധിച്ചിരുന്നു. സംശയമുണ്ടായതിനെ തുടർന്ന് അവനൊരു പെണ്ണാകണമെന്ന് പറയുകയും കൂടാതെ തന്റെ മുന്നിലിരുന്ന പുരുഷനോട് ഇഷ്ടം തോന്നിയതിനെ തുടർന്ന് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തന്റെ സാങ്കേതിക വിദ്യകൾ കൊണ്ട് ആരെയും എങ്ങനെ വേണേൽ നിയന്ത്രിക്കാനും മാറ്റിയെടുക്കാനും സാധിക്കുമെന്ന് ഡെൽഗാഡോയ്ക്ക് ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കാം തന്റെ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയാണ് നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഡെൽഗാഡോ ചോദിച്ചത്. ഒരു വ്യക്തിയുടെ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് അവന്റെ മനോനില തെറ്റിക്കാനും അവനിൽ ജെൻഡർ കൺഫ്യൂഷൻ തൊട്ട് സ്വവർഗ ആകർഷണം പോലെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ആരെയും എങ്ങനെ വേണേൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. Any function in the brain, emotions, intellect, personality, could be perhaps modified by this non-invasive technology. വികാരവും ബുദ്ധിയും വ്യക്തിത്വവും ഉൾപ്പെടെ തലച്ചോറിലെ ഏതൊരു പ്രവർത്തനത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന 1960കളിലെ ഈ സാങ്കേതിക വിദ്യ ഇന്ന് 2024 എവിടെയാണ് എത്തി നിൽക്കുന്നത്? We have the technology to hack human beings on a massive scale. Most important thing to know about living in the 21st century is that humans are now hackable animals. Humans are now hackable animals. You know, the whole idea that humans have, this, they have this soul or spirit and they have free will, that's over. Free will, that's over. ഹരാരി പറഞ്ഞ പ്രകാരം സ്വതന്ത്ര ഇച്ഛ ഇല്ലാതാകാൻ പോവുകയാണോ? ഭാവിയിൽ നമ്മുടെ സ്വതന്ത്ര ഇച്ഛ നമുക്ക് നഷ്ടമായേക്കുമോ? 1960കളിൽ നടന്ന ഡെൽഗാഡോയുടെ ഈ പരീക്ഷണങ്ങൾ നാം ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? റിമോട്ടുകളുടെ സഹായത്തോടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാനും ഡോക്യുമെന്ററി മുഴുവനായി കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. You can hack my body, my brain, my life. You can reach a point when you know me better than I know myself. We have the technology to hack human beings on a massive scale.